കാരാഗ്രഹത്തിൽ കിടക്കുന്നയാൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ബുദ്ധിമുട്ടിൽ, രോഗത്തിലും പ്രയാസത്തിലും പ്രശ്നത്തിലും കിടക്കുന്നവർക്ക് സന്തോഷിപ്പാൻ വളരെ വിഷമമല്ലേ? മാനുഷികമായി നോക്കുമ്പോൾ ആമേൻ ലോകക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? നിരാശപ്പെട്ട് അവര് ആമേൻ ആത്മഹത്യക്ക് വേണ്ടി വേറെ വഴികൾ ആലോചിക്കുമ്പോൾ ഒരു ദൈവവൈതലിന് മാത്രമേ ദൈവസന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത കൊണ്ട് നിറയുവാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ബാക്കി ആർക്കും അങ്ങനെ ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആമേൻ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം ഇന്ന് പോൽക്കാലം വിവരിപ്പാൻ നമുക്ക് സമയമില്ല. ദൈവത്തിന് കൃപയാൻ ദൈവത്തിന് നടത്തുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എഫേസ്യ ലേഖനത്തിൽ നിന്നും ചില ഒടുവിൽ കർത്താവിനും അമിത ബലത്തിന് ശക്തിപ്പെടുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്പമായി ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ തക്കണം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അതിന്റെ കാരണം പൗലോസോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിൽ ദുഷ്ടാത്മസേനയോടും അത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് എന്തുണ്ട്? ഒരു പോരാട്ടമുണ്ടില്ലേ? സ്തോത്രം. എന്നാൽ അതിനെ ജയിക്കണമെങ്കിൽ നമുക്ക് ശക്തി വേണം. ഒരിക്കലും ഈ ബോക്സിങ് അല്ലെങ്കിൽ ഇതെല്ലാം നടക്കുന്നവര് ഒരേപോലെ കഴിവുള്ളവരാണ് ഇല്ലേ അതിനുവേണ്ടി വരുന്നത്. സ്തോത്രം. ഇല്ലാതെ ഏറ്റവും എന്നെ പോലെ ഒരു ബലഹീനനും മുഹമ്മദ് അലിയെ പോലെയുള്ള ഒരാളും തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. സ്തോത്രം. കാരണം ഒറ്റയിടിക്ക് ഞാൻ താഴെ പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എതിർത്ത് നിൽപ്പാൻ കഴിവുള്ള, മുഹമ്മദ് അലിയെ ജയിക്കുവാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ പോരാട്ടത്തിന് വേണ്ടി വരത്തുള്ളൂ. സ്തോത്രം. എന്നാൽ നമുക്കറിയാം, നമുക്ക് പിശാചിനെ ജയിക്കുവാൻ യാതൊരു കഴിവില്ല. കാരണം നമ്മൾ വളരെ നാളുകൾ രക്ഷിക്കപ്പെടുന്നതിന് വരെ നമ്മൾ പിശാചിന്റെ അടിമകളായി പിശാചിന്റെ ഇഷ്ടം ചെയ്ത് പിശാചിന്റെ ഹിതപ്രകാരം ജീവിച്ചു പോകുന്നവരാ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇരുളിൽ ജീവിച്ചവരാ. സ്തോത്രം. എന്നാൽ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ഇരുള് നമ്മളെ പലപ്പോഴും കീഴടക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആമേൻ സ്തോത്ര അനുഭവമാണുള്ളത്. എന്നാൽ ഇരുളിനെ നമ്മൾ കീഴടക്കണമെങ്കിൽ ആമേൻ വെളിച്ചത്തിന്റെ ശക്തി നമുക്ക് അധികമായി ആവശ്യമുണ്ട്. അതാ പൗലോസ് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ ദൈവശക്തി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജയിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. നമുക്കൊരു പോരാട്ടമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനെ ജയിക്കുവാൻ, പിശാചിനെ ജയിക്കുവാൻ ആരുടെ ശക്തി നമുക്ക് വേണം? ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. സാധാരണ ശക്തി പോരാ, അമിതമായ ബലമെന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് ഒരിക്കലും ഇങ്ങനെ പറയുവാനിടയായി തീർന്നത്, ഈ അത്യന്ത ശക്തി എന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. ഈ അത്യന്ത ശക്തി ആമേൻ നമുക്ക് ദിവസങ്ങളിൽ ഈ ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണമായി ദൈവസന്നിധിയിൽ നമ്മൾ ഇരുന്നാൽ മാത്രമേ നമുക്കത് സാധിക്കത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ശിംശോനോട് ആമേൻ ഫെലിസ്ത്യർ ചോദിച്ചു, നിന്റെ ഈ ശക്തി എവിടെന്നാ നിനക്ക് കിട്ടിയത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഈ ശക്തി നിനക്ക് എവിടെന്നാ, ഇതിന്റെ ഉറവിടം എന്താണെന്ന് ചോദിപ്പാനിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അറിയാൻ തന്റെ മാതാവിനോട് ആമേൻ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നിട്ട് പറയുകയാണ്, സ്തോത്രം, നിനക്കൊരു പുരുഷ പ്രജയെ ദൈവം നൽകാൻ പോവുകയാണ്. അവൻ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് അവൻ ഇസ്രായേൽ മക്കളെ ജയിപ്പാൻ തക്കവണ്ണപടിയായി തരും. എന്നാൽ ഒരു കാര്യം നീ ചെയ്യണം, നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്. അത് മാത്രമല്ല, മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് യാതൊന്നും കഴിക്കരുത്. ഒരു കണ്ടീഷൻ അവിടെ കൊടുത്തിരിക്കുക. സ്തോത്രം. അത് മാത്രമല്ല, ശിംശോൻ ജനിച്ചു കഴിയുമ്പോൾ അവനൊരു നാസിർ വ്രതക്കാരനായിരിക്കണം. അവന്റെ തലയിൽ കത്തി വെക്കുവാൻ ഇടയാകരുത്. അവന്റെ മുടി ഒരിക്കലും മുറിച്ചു കളയുവാൻ ഇടയാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അവന് ഒരു നിയമം കൊടുത്തു. സ്തോത്രം. ഇത് നമുക്കെല്ലാം ഇതുപോലെയല്ല. എന്നാൽ നമ്മളൊരു വ്രതക്കാരല്ലേ? സ്തോത്രം. ദൈവത്തിന്റെ വ്രതമുള്ളവരാ. സ്തോത്രം. നമുക്കറിയാം
നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ശബരിമലയിൽ പോകുന്നവരുണ്ടല്ലോ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവര് 40 ദിവസം വ്രതം നോക്കിയിട്ടാണ് പോകുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട്, വെളുപ്പിനെ അവർ എഴുന്നേറ്റ് പോയി കുളിച്ച് ആമേൻ കുളിക്കുവാനിടയായി തരും. അത് വന്ന് അവർ എന്തൊക്കെയോ ചെയ്യും, അതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അവർ പോയി കുളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അത് മാത്രമല്ല, ഞാൻ ഒരിക്കലും ഈ ക്രിസ്മസ് ടൈമില് ആ സമയത്തായി ശബരിമല പോകുന്നത്. ഈ ട്രെയിനിൽ കയറി ഞാൻ നാട്ടിലോട്ട് വരുന്ന സമയത്ത് ആ കമ്പാർട്ട്മെന്റിൽ കുറേ അയ്യപ്പന്മാരുണ്ടായിരുന്നു. സ്തോത്രം. അവരിന്ന് ആരവിടെ ഉണ്ടെന്നുള്ളവർക്ക് പ്രശ്നമല്ല, അവരുടെ ഭജന അവർ പാടുന്നു കേൾപ്പാനിടയായി തീർന്നു. സ്തോത്രം, പ്രൈസ് ലോർഡ്, ആമേൻ. ഒക്കെ അവരാ വ്രതം നോക്കുന്നവരാ, അവരാ സമയത്ത് ആമേൻ ശരണമൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നവരാ. സ്തോത്രം, ഹല്ലേലൂയ. അത് മാത്രമല്ല, അവർ കറുത്ത മുണ്ടെടുത്ത് കറുത്ത ഷർട്ടിട്ട് അവരാ വ്രതകാലത്ത് അവർ നടക്കുന്നത്. അപ്പൊ നോക്കണമേ, അപ്പൊ നമ്മുടെ ജീവിതത്തിലും ആമേൻ ദൈവത്തിൽ പറയുന്നുണ്ട്, യോഗ്യമായി നമ്മൾ വസ്ത്രം ധരിക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടി അവിടെ പോകുന്നവര് അതനുസരിച്ച് വസ്ത്രം ധരിക്കുന്നവരാണെങ്കിൽ ദൈവമക്കളാണ് നമ്മൾ വളരെ യോഗ്യമായി ദൈവത്തിന് മറ്റുള്ളവരുടെ പ്രസന്റബിൾ ആയിട്ടുള്ളതായ നല്ല വസ്ത്രം ധരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാ. സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ശിംശോന്റെ ജീവിതത്തില് ഒരു വ്രതം ഉണ്ടായിരുന്നെങ്കിൽ ദൈവമക്കളാണ് നമ്മുടെ ജീവിതത്തിലും ആ വ്രതം ഉണ്ടായിരിക്കണം. സ്തോത്രം. ചിലതെല്ലാം പാടില്ല, ചിലതെല്ലാം ആമേൻ ചെയ്യണം എന്നുള്ളതായ കണ്ടീഷൻ ആമേൻ അതേ ദൈവമക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ പറയും, ഈ ശക്തി, ഈ വലിയ ശക്തി, ഈ അത്യന്ത ശക്തി എങ്ങനെ ലഭിക്കുവാൻ ഇടയായി തീർന്നെന്ന് ആമേൻ ചോദിച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇതുപോലെ ദൈവമക്കളെ, മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മളെ കുറിച്ച് ചോദിക്കണം, പറയണം, ഈ ശക്തി നിനക്ക് എവിടെ നിന്ന് കിട്ടി? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ, ദൈവസന്നിധിയിൽ വില കൊടുത്താൽ മാത്രമേ ഇത് കിട്ടാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും നമുക്ക് നേടുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വില കൊടുത്തവർക്ക് മാത്രമേ അത് നേടുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. നമുക്കറിയാം, ഏലിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവന് വലിയ ശക്തിയുള്ളവനായിരുന്നു. കാരണം രാജാവിന്റെ മുമ്പിൽ പോയി ധൈര്യത്തോട് പറയുകയാണ്, ഇനി ഞാൻ പറയാതെ ദേശത്ത് മഴ പെയ്യില്ലെന്ന് പറയുവാൻ തക്കവണ്ണമായി അത്രത്തോളം ഒരു ധൈര്യം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുന്നവനാ. സ്തോത്രം. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, അവനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ദൈവശക്തി ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. സ്തോത്രം. പ്രാർത്ഥിക്കാത്തവർക്ക്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളിങ്ങനെ പറയാറുണ്ട്, ലെസ് പ്രേയർ നോ പവർ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. നോ പ്രേയർ നോ പവർ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഒരു ശക്തി ദൈവം പകരുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയാ? എന്നെയും എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയല്ല, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവശക്തി ദൈവം പകരുവാനിടയായി തീർന്നു. സ്തോത്രം. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജാഗരിച്ച് പോരാടുമ്പോൾ, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സുവിശേഷത്തിന്റെ ആത്മാവ് എല്ലായിടത്തും വ്യാപരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ഹല്ലേലൂയ, ദൈവമക്കളെ കുറിച്ച് ഒരു നശിച്ചു പോകുന്ന ജീവിതങ്ങളെ കുറിച്ച് ഒരു ഭാരമുള്ളവരായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ ശക്തി പകരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഈ ജോൺ വെസ്ലിയെ കുറിച്ച് നിങ്ങളൊക്കെ നമുക്കെല്ലാം കേട്ടിട്ടുള്ളവരാ. ജോൺ വെസ്ലി ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചല്ലേ? അത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളാണ്. തൻ്റെ മരണശേഷം 100 വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ ഒരു ഗ്രാമത്തിൽ, ഇംഗ്ലണ്ടിൽ ഒരു ഗ്രാമത്തിൽ ചെല്ലുവാനിടയായി തീർന്നു. അവിടെ ചെന്ന് അദ്ദേഹം ഈ ആൽക്കഹോൾ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. ബിവറേജ് ഷോപ്പൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എങ്ങും ഒരു ബിവറേജ് ഷോപ്പില്ല. പ്രൈസ് ദി ലോർഡ്. ഒരാൾ തനിക്ക് ആൽക്കഹോൾ കിട്ടുന്ന വേണ്ടി എങ്ങനെ തപ്പി അവിടെ എല്ലാം നോക്കിയപ്പോൾ അവിടെ എങ്ങും ഒരു ബിവറേജ് ഷോപ്പില്ല. സ്തോത്രം. ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ ബിവറേജ് ഷോപ്പ് ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്. സ്തോത്രം. 100 വർഷങ്ങൾക്ക്, ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് ജോൺ വെസ്ലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഗ്രാമത്തിൽ വരുവാനിടയായി തീർന്നു. അന്ന് മുതൽ ആരും മദ്യം വാങ്ങിയിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് മദ്യ ഷോപ്പുകളെല്ലാം അടിച്ചു കൂട്ടുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഈ ദേശത്തെ പാർക്കുമ്പോൾ ആമേൻ, ദൈവം നമ്മെ കുറിച്ച് ഒരു ജോൺ വെസ്ലിയെ കൊണ്ട് ദൈവം അത് സാധിപ്പിച്ചെങ്കിൽ, സ്തോത്രം, കൃപ കൃപ കൃപ. നമ്മളെ കൊണ്ട് ഈ ദൈവം പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ നമ്മൾ ഒരുമിച്ച്
ആ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അത് ഈ ആത്മാവിൽ നമ്മളെ ഒന്ന് നിറയ്ക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, ആത്മാക്കളെ കുറിച്ചുള്ളതായ ഒരു പാഷൻ എൻ്റെ ഹൃദയത്തിൽ നൽകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ ഉയരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം നിറയ്ക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാ. സ്തോത്രം. ആമേൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ഒന്ന് ശക്തിപ്പെടുവാൻ തക്കവണ്ണമായി നമുക്ക് ഈ ദിവസങ്ങൾ ഇടയാകണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ തക്കവണ്ണമായി ഇടയായി തീരുമാറാകട്ടെ. സ്തോത്രം. നമ്മളെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നവരാ. എന്നാൽ ഒരു പൊത്തുരുത്തമായ അവസ്ഥയിൽ ഇങ്ങനെ പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനേക്കാൾ ഒന്നുകൂടി ഉയരുവാൻ തക്കവണ്ണമായി, ഒന്നുകൂടി ഉയരത്തിലേക്ക് പോകുവാനായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ശക്തിയെ പുതുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മൾ ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അത് ഓരോ ദിവസവും പുതുക്കി നമ്മളെങ്ങനെ നടത്തുവാൻ തക്കവണ്ണമായി ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ നമ്മൾ പുതുക്കുമ്പോൾ ഒരു ദുഷ്ടശക്തിക്ക് നമ്മളെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. എതിർക്കുവാനുള്ളതായ അത്യന്ത ശക്തി നമ്മുടെ ജീവിതത്തിൽ പകരുവാനിടയായിത്തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഏലിയാവ് പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് ആമേൻ, ദൈവശക്തി തന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഒന്നുമില്ലേ. 8 അത്ഭുതങ്ങളാണ് ഞാൻ ചെയ്തത്. എല്ലാം നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തേനെ. സ്തോത്രം. ഒരാൾ രോഗിയായിട്ട് ഇങ്ങ് വന്ന് നമ്മുടെ അടുക്കൽ പ്രാർത്ഥിപ്പാനായിട്ട് വന്നെന്ന് വെച്ചു. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പറയും ഞങ്ങൾ സഭയായിട്ടൊരു 3 ദിവസം ഉപവാസം പ്രസിദ്ധപ്പെടുത്തട്ടെ, എല്ലാവരും വിളിച്ചു കൂട്ടി, പാസ്റ്ററേയും വിളിച്ച് ഒരു പ്രത്യേക കൃപാവരമുള്ള ഒരു ദൈവദാസനെയും വിളിച്ച് നമുക്കങ്ങ് പ്രാർത്ഥിക്കാമെന്ന് പറയും. ഇല്ലേ. സ്തോത്രം. എന്നാൽ ഏലിയാവിന് അങ്ങനെ ആരും ഇല്ല കേട്ടോ. സ്തോത്രം. എന്നാൽ തനിക്ക് ദൈവശക്തി കിട്ടിയതുകൊണ്ട് ഒറ്റ വാക്കുകൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യാൻ തക്കവണ്ണമായിടയായി തീർന്നു. സ്തോത്രം. നോക്കണമേ. അപ്പൊ ദൈവശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ ആമേൻ, വളരെ ആമേൻ, ദൈവകൃപ പകർന്നിട്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ തക്കവണ്ണമായി ഇടയായി തീരുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഏലിയാവിന്റെ ശിഷ്യനായ ആമേൻ ഹല്ലേലൂയ അത് കൈക്ക് വെള്ളമൊഴിച്ചവനായ ഏലീശ ഒറ്റ കാര്യമേ ആഗ്രഹിച്ചുള്ളൂ. ഏലിയാവിന്റെ ഇരുട്ടി ശക്തി എന്റെ മേൽ പകരണമെന്നുള്ള ആ ആഗ്രഹത്തോടെ ഏലീശ ജീവിപ്പാനിടയായി തീർന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ ഇവിടെ മറന്നു പോകരുത്. ഏലീശയ്ക്ക് പല സ്ഥാനങ്ങളും മാനങ്ങളും കൊടുത്തപ്പോൾ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട്, സ്തോത്രം, ആമേൻ, അതിനേക്കാൾ ഉന്നതമായ ദൈവശക്തിക്ക് വേണ്ടി താൻ ദൈവസന്നിധിയിൽ കാത്തിരുന്നു. സ്തോത്രം. ദൈവമക്കളെ, ഈ ലോകത്തിലെ കസേര അല്ല വലുത്. സ്തോത്രം. ഈ ലോകത്തിലെ സ്ഥാനമല്ല, പൊസിഷൻ അല്ല വലുത്. അതിനേക്കാൾ വലുതൊന്ന് ദൈവം നമുക്ക് നൽകുവാൻ തക്കണം ആഗ്രഹിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ജൂഡാ ഹത്വര വൈഡകരാജ രക്തത്താൽ ജയമെടുക്കുന്നു. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആമേൻ ഇങ്ങനെ സ്കൂളിൽ പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ട്, കിണറ്റിലെ തവള ചോദിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ നമ്മൾ ആമേൻ ഈ ചുറ്റുവട്ടത്തിലുള്ള ചോദിക്കാതെ ഉയരത്തിലുള്ള പ്രാപിപ്പാൻ തക്കവണ്ണമായി നമ്മൾ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമെങ്കിൽ ആമേൻ, ദൈവം നമ്മെ കൊണ്ട്, ഈ സഭയെ കൊണ്ട് അനേക കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണമായി ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു, എത്ര പേര് ഏറ്റെടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, എന്നെ കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ളതായ ദൈവകൃപയും ദൈവശക്തിയും എന്റെ മേൽ പകരണമേ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന ജീവിതമേ. ദൈവം നമ്മെ നിരാശപ്പെടുത്തുന്ന ദൈവമല്ല. ദൈവം നമ്മെ ശക്തീകരിച്ച് പിശാചിനോട് എതിർത്ത് നിന്ന് അവന്റെ കോട്ടകളെ തകർക്കുവാനുള്ളതായ കൃപയും അഭിഷേകവും ശക്തിയും നമ്മുടെ മേൽ അവൻ പകരുവാൻ കഴിവുള്ള ദൈവമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എലീശ ഒത്തിരി കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഗിൽഗാലിലെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, അവിടെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. വേണ്ട, എനിക്ക് അതൊന്നും വേണ്ട. ബേഥേലിരിക്കാൻ പറഞ്ഞു, എനിക്ക് അവിടെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമേൻ. ഏലിയാവ് പല കാര്യങ്ങൾ 4 സ്ഥലത്ത് 3 സ്ഥലത്ത് ആമേൻ. അതിനുശേഷം എരികോവിൽ ആമേൻ പറഞ്ഞു, നീ ഇവിടെ കുറച്ച് ശിഷ്യന്മാരുണ്ടല്ലോ, ഇവിടുത്തെ ബൈബിൾ കോളേജിലെ കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ പ്രിൻസിപ്പളായി, ഡീനായി, അതിന്റെ എല്ലാമായിട്ടൊക്കെ ചെയ്ത് അത് ഇരുന്നോളാൻ പറഞ്ഞു. സ്തോത്രം. എന്നാൽ ഏലീശയ്ക്ക് അതൊന്നുമല്ല വിഷയം. പ്രൈസ് ദി ലോർഡ്. അവസാനമായി ആ യോർദാൻ കടക്കുവാൻ തീരുമാനിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവമക്കളെ, ഇന്ന് ലോകത്തിൽ ശോഭിക്കുന്ന അനേക ദൈവമക്കളുടെ സാക്ഷ്യം ഒന്ന് കേട്ടാൽ, ദൈവം ഒരു മരണത്തിൽ നിന്ന് മരണകരമായ യോർദാനിൽ കടന്നുപോയപ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട്
ദൈവത്തെ വിട്ടുകളയാതെ മുറുകെ പിടിച്ചതുകൊണ്ട് അവരെ ദൈവം മാനിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഏതാണ്ട് 2001 തോന്നുന്നു ഗുഡ് ന്യൂസിൽ ഒരാളുടെ അനുഭവമായി വായിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ഗൾഫിലുള്ള ഒരു പയ്യന് നാട്ടിൽ വന്ന് ഒരു പാസ്റ്ററുടെ മകളെയൊക്കെ കല്യാണം കഴിച്ചു. മടങ്ങിപ്പോകുന്നതിന്, ആ അവധി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തനിക്കൊരു രോഗം, എന്തോ ഒരു രോഗം വന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ അന്നത്തെ കാലത്ത് എറണാകുളത്തുള്ളതായ മെഡിക്കൽ ട്രസ്റ്റ് അന്ന് ലേക്ക് ഷോർ ഒന്നുമില്ല, രാജഗിരി ഹോസ്പിറ്റലൊന്നും ഇല്ല. അന്ന് എറണാകുളത്തുള്ളതായ മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറയുന്നതായ ആ ഹോസ്പിറ്റലിൽ ഒന്ന് ചികിത്സിപ്പാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ തളർന്നു കിടക്കുകയാണ്. കണ്ണുപോലും ചലിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് താൻ ആയിത്തീരുവാനിടയായി തീർന്നു. വല്ല ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവിടെ പ്രിയ എന്ന് പറയുന്ന ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സ് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം വിടുവിക്കുവാനിടയായി തീരുമെന്ന് പറഞ്ഞു. അവിടുത്തെ ഫൈനാൻസ് മാനേജര് ആ ഡോക്ടറോട് ചോദിച്ചു, എന്തിനാ ഈ ശവത്തെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ അങ്ങായി. ഇനി ട്രീറ്റ് ചെയ്യുന്ന യാതൊരു പ്രതീക്ഷയും ഇല്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. അതുപോലുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ ആ ഫൈനാൻസ് മാനേജർ ചോദിച്ചു, എന്തിനാ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്? അതുപോലെ വെന്റിലേറ്ററിലോ ICUയിലോ കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്നാ ദൈവമക്കൾ ഇന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവം അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് അദ്ദേഹം ഒരു കർത്താവിന് വേലക്കാരനാണ്, ഒരു പാസ്റ്ററാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അപ്പൊ ദൈവം ചിലരെ അതുപോലുള്ള അനുഭവത്തിൽ നിന്ന് വലിച്ചെടുത്ത് ദൈവമായിട്ടൊരു എൻകൗണ്ടറിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന് വേണ്ടി അവസാനം വരെ വില കൊടുത്ത് നിൽക്കുവാൻ തക്കോണമായി ഇടയായി തീരുമെങ്കിൽ ദൈവം അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ വില കൊടുക്കുവാൻ സമ്മതിക്കാതെ, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകാതെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന അളവില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അളവില്ല ദൈവശക്തി നമ്മുടെ മേൽ പ്രാപിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞൻ, ഈ മൃഗങ്ങളെയൊക്കെ പരീക്ഷിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഒരു കുരങ്ങിനെയും തള്ളക്കുരങ്ങിനെയും അതിൻ്റെ കുഞ്ഞിനെയും കൂടി ഒരു ടബിലാക്കിയിട്ട്, ആ കുരങ്ങിനേക്കാൾ വലിയ ഉയരമുള്ള ഒരു ടബിലാക്കിയിട്ട് വെള്ളം ഇങ്ങനെ നിറയ്ക്കുവാനിടയായി തോന്നി. നിറച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് എത്രത്തോളം വന്നു കഴിഞ്ഞപ്പോൾ ഈ കുരങ്ങിനെടുത്ത് മുകളിലേക്ക് പിടിച്ചു. സ്തോത്രം. തൻ്റെ മൂക്കിന്റെ മേളിൽ വന്നപ്പോൾ ഈ തള്ളക്കുരങ്ങ് എന്നാ ചെയ്തതെന്ന് അറിയാമോ? ആ കുഞ്ഞിനെ താഴെയിട്ട് അതിന്റെ വെളിക്കരം നിൽക്കുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. നമ്മളൊക്കെ ഇങ്ങനെയാണ്. നമുക്ക് നമ്മളെല്ലാം രക്ഷപ്പെടുവാൻ വേണ്ടി വില കൊടുക്കുവാൻ കഴിയാതെ നമ്മളായിത്തീരുമ്പോൾ, സ്തോത്രം. ഹല്ലേലൂയ. ആ ശാസ്ത്രജ്ഞൻ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അഭിമുഖീകരിക്കുവാനുള്ളതായ ജയിപ്പാൻ ആവശ്യമായ ദൈവകൃപ നമുക്ക് വേണമെങ്കിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുന്നവരായി തീരണം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാ ദൈവം നമ്മൾക്ക് ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഒരേ വിധത്തിലുള്ള ശുശ്രൂഷയില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ ഈ ലോകത്തിൽ ജയത്തോടെ ജീവിക്കണമെങ്കിൽ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ലവോദിക്ക സഭയോട് അവസാനമായി പറയുന്ന ഒരു വാക്കാണ്. ഹല്ലേലൂയ. ഞാനും ജയിച്ച് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളും ജയിച്ചാൽ അവിടെ വന്നിരിക്കാൻ കഴിയും. സ്തോത്രം. അപ്പൊ ജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പിശാചിനെ ജയിക്കണമെങ്കിൽ ദൈവശക്തി ഇല്ലാതെ നമുക്ക് ഒരിക്കലും ജയിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് എഫേസു സഭയോട് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ തക്കൊണ്ട് നമുക്കിടയായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട്, പിശാച് പലപ്പോഴും നമ്മൾക്ക് മുന്നോട്ട് നമ്മുടെ അടുത്ത് വരുന്ന തന്ത്രങ്ങളുമായിട്ടാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. പല തന്ത്രങ്ങളും കൊണ്ടുവന്നിട്ട് നമ്മളെ അങ്ങ് കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ ദൈവമക്കളെ, ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ജയിക്കുവാനായി ദൈവകൃപ പ്രാപിക്കുന്നവരായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്തൻ അഭിഷേകത്താൽ കൃപകളാൽ നിറഞ്ഞ് നമുക്ക് ജീവിപ്പാൻ വഴിയായി തീരണം. തിമോത്തിയോസ് പൗലോസിനെ പോലെയൊക്കെ അങ്ങ് വേല ചെയ്ത ഒരാളാണ് കേട്ടോ. സ്തോത്രം. പ്രൈസ് ലോർഡ്. എന്നാൽ അത്ര ഇല്ലെങ്കിലും പൗലോസ് പറയും, 2 തിമോത്തിയോസ് 3:1 തോന്നുന്നു, അവിടെ പറയുന്നുണ്ട്, എന്റെ മകനെ, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ നീ അങ്ങ് ശക്തിപ്പെടണമെന്ന്. സ്തോത്രം. നമുക്കെല്ലാം കൃപ ലഭിച്ചു, ശരിയാ.
പക്ഷേ കൃപയാലൊന്ന് ശക്തിപ്പെടുവാൻ നമുക്കിടയായിത്തീരണം. സ്തോത്രം. ദൈവത്തിന്റെ കൃപ വേണമെന്ന് ശക്തിപ്പെടണമെങ്കിൽ ഇല്ലേ? സ്തോത്രം. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമുക്കറിയാം കൃപയില്ലാതെ അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുമോ? കൃപയില്ലാതെ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുമോ? സ്തോത്രം. കൃപയില്ലാതെ 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുമോ? കൃപയുണ്ടെങ്കിൽ 3 മണിക്കൂറും പ്രാർത്ഥിക്കും. സ്തോത്രം. ഒരു കുഴപ്പമില്ലെന്നേ. കൃപ വേണം, കൃപ വേണം. പ്രൈസ് ലോർഡ്. ദൈവ കൃപ വേണം. ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അങ്ങ് നീണ്ടുപോകും. പ്രൈസ് ലോർഡ്. ഓരോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഓരോ കാര്യങ്ങൾ ദൈവം ഇങ്ങനെ മുമ്പിൽ കൊണ്ടുതരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈ രാജ്യങ്ങൾക്ക് വേണ്ടി, ആ രാജ്യങ്ങൾക്ക് വേണ്ടി, കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, എന്നുകൊണ്ട് സഭകൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാനുള്ള കൃപ ആര് തരും? ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പകർന്നു തരും. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിപ്പാൻ നമുക്ക് എന്ത് വേണം? കൃപ വേണം. അപ്പൊ കൃപയാൽ എന്റെ മകനെ നീ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ഇങ്ങ് ശക്തിപ്പെടണമെന്നാ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ ആമേ സ്തോത്രം ആമേ നമുക്ക് കഴിയത്തുള്ളൂ. നമുക്കറിയാം ഈ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെ ഒന്നും നമുക്കൊന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് സ്തോത്രം. നമ്മൾ ഓടിക്കൊന്നും വേണ്ടെന്ന ഈ വാക്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. ഇല്ലേ? പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. പ്രൈസ് ലോർഡ്. ദൈവം അധികം കൃപ നൽകുന്നു. സ്തോത്രം. അല്പമായുള്ള കൃപയല്ല. വന്ന് ഈ കൃപ കിട്ടണമെങ്കിൽ യാക്കോബ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണമേ. ദൈവത്തിന് കീഴടങ്ങണം. പ്രൈസ് ലോർഡ്. ദൈവത്തിന് കീഴടങ്ങിയാൽ ദൈവം കൃപ അധികമായിട്ട് നൽകുമെന്ന്. സ്തോത്രം. ദൈവകൃപ എൻ്റെ മേൽ അധികമായി വ്യാപരിക്കണമെങ്കിൽ, ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കണമെങ്കിൽ ഞാൻ കീഴടങ്ങുന്നവനായിരിക്കണം. ആമേൻ. നമ്മൾക്കറിയാം ഈ യുദ്ധം ജയിച്ച് തോൽവിയുള്ളവര് ആയുധം വെച്ച് അങ്ങ് കീഴടങ്ങും. ഇല്ലേ? സ്തോത്രം. അവരായുധം വെച്ച് കീഴടങ്ങും. എന്നപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാം അങ്ങ് വെച്ചിട്ട് കീഴടങ്ങണം. കർത്താവേ, ഇനി എനിക്ക് എന്റെ ആയുധം വേണ്ട. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്റെ മോശമായ സ്വഭാവം എനിക്ക് വേണ്ട കർത്താവേ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇനി നിന്റെ സ്വഭാവം എന്നിൽ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ആ ഇരുളിന്റെ പ്രവൃത്തികളെല്ലാം അങ്ങ് താഴെ വെക്കണം. പ്രൈസ് ലോർഡ്. ഇരുട്ടിന്റെ സകല പ്രവൃത്തികളെ താഴെ വെച്ചിട്ട് വെളിച്ചത്തിന്റെ പ്രവൃത്തികളെ ഏറ്റെടുക്കുവാൻ തക്കണമായി നമ്മൾ കീഴടങ്ങുമ്പോഴാണ് ദൈവം പറയുന്നത് അങ്ങനെയുള്ളവർക്ക് അധികം കൃപ നൽകുന്നു. പ്രൈസ് ലോർഡ്. നിങ്ങൾ ദൈവത്തോട് അടുത്തു വരുവിൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൻ നിങ്ങളോട് അടുത്ത് വരും. പ്രൈസ് ലോർഡ്. ആമേൻ. അങ്ങനെ വരുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പിശാചിന് നമ്മളെ വിട്ടു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. പ്രൈസ് ലോർഡ്. ആമേൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട്. ഇപ്പൊ പിശാചിനോട് എതിർക്കണമെങ്കിൽ എന്ത് വേണം? ദൈവശക്തി വേണം. പിശാച് ബലവാനാ കേട്ടോ. സ്തോത്രം. പിശാച് നമ്മേക്കാൾ ബലവാനാ. നമ്മുടെ കഴിവുകൊണ്ടൊന്നും ആമേൻ ഒരു സഭ മുഴുവനായിട്ട് നിന്നാലും 1,00,000 പേര് നിന്നാലും പിശാചിനെ ജയിക്കാൻ പറ്റത്തില്ല. ജയിക്കണമെങ്കിൽ ദൈവത്തിന് കീഴടങ്ങി സ്തോത്രം ദൈവശക്തി പ്രാപിച്ചാൽ മാത്രമേ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നവരെ എതിർത്ത് നിന്നാൽ നാം വായിച്ചത് അവൻ നിങ്ങളെ വിട്ടങ്ങ് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എതിർക്കണമെങ്കിൽ എന്ത് ധൈര്യമില്ലാത്തതിന് പറ്റുമോ? സ്തോത്രം. അതിനേക്കാൾ 10 ഇരട്ടി ശക്തിയുള്ള ഒരാൾ എൻ്റെ നേരെ യുദ്ധത്തിന് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എതിർക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കാരണം എന്താ? എനിക്ക് കഴിവില്ല. എനിക്ക് ആരും അത്രയ്ക്ക് മസിൽ പവർ ഇല്ല, അത്രത്തോളം ആരോഗ്യമില്ല, എനിക്ക് ശക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ. ദൈവം പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ദൈവം പകരുവാൻ തക്കവണ്ണം കഴിയുള്ള ദൈവമാണ്. നമുക്കതെല്ലാം വേണമെന്ന് ആഗ്രഹമുണ്ട്.
ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയാറുണ്ട്, കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും ചെയ്യണം. ഇത് രണ്ടും കൂടെ നടക്കത്തില്ല കേട്ടോ. സ്തോത്രം. ഇത് രണ്ടും കൂടെ കിട്ടത്തില്ല. അത് ഒന്നുകിൽ അത് വേണമെങ്കിൽ ഇത് വിടണം. പ്രൈസ് ലോർഡ്. നമ്മുടെ കയ്യിലിരിപ്പ് അങ്ങ് വിടണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ മോശ സ്വഭാവം അങ്ങ് വിടണം. ദൈവത്തിന് ഹിതമല്ലാത്തെല്ലാം വിട്ടേച്ച് സ്തോത്രം ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിലെല്ലാം ദൈവം തരുവാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ലോർഡ്. ദൈവം ഈ സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം അത് ആഗ്രഹിക്കുന്നത്, എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ശക്തിയാൽ നിറഞ്ഞ് ദൈവത്തെ ഒന്ന് ആരാധിക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണമായി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ദിവസങ്ങളുടെ ദൈവമക്കളെ ഉയരത്തിലുള്ള ആമേൻ കൊലോസ്യ ലേഖനം 3:1 വായിക്കുന്ന പോലെ ആമേൻ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ തന്നെ ചിന്തിപ്പീൻ അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദിവസങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ, ഉയരത്തിലുള്ള ചിന്തിപ്പാൻ തക്കവണ്ണമായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യേണ്ടതോ വീട്ടുകാര്യങ്ങളൊന്നും നോക്കേണ്ടതെന്നല്ല. അതിൻ്റെ നടുവിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഉയരത്തിലുള്ളതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. അത് പ്രാപിക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. നമ്മെ ഏൽപ്പിച്ച സ്ഥലത്ത് വിശ്വസത്തോട് നമ്മൾ ജോലി ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവമാ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമുക്കറിയാം കർത്താവ് 40 ദിവസം ഉപവസിച്ചപ്പോൾ അവിടെ വായിക്കുന്ന മർക്കോസിലാണെന്ന് തോന്നുന്നു, അവനോട് എഴുതിയിരിക്കുന്നത് കാട്ടുമൃഗങ്ങളോട് കൂടിയായിരുന്നു 40 ദിവസം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പിശാച് വിശന്നപ്പോൾ പിശാച് അടുത്തു വന്നു, എന്നാൽ വചനമെടുത്ത് ജയിപ്പാനിടയായി തീർന്നു. സ്തോത്രം. അപ്പൊ നമ്മുടെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ പിശാചിനെ ജയിപ്പാൻ ആവശ്യമായ ദൈവകൃപയും ദൈവശക്തിയും അഭിഷേകവും ദൈവം നമ്മുടെ മേൽ പകരുവാൻ കഴിവുള്ള ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ ദൈവമക്കളെ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പൊ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. 1 പത്രോസ് 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ ജീവനുള്ള കല്ലായ അവൻ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ഒരു ആത്മീയ ഗ്രഹമായി ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കുന്ന ഒരു വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പണി തീർന്നിട്ടില്ലെന്ന്, ഇപ്പോഴും നമ്മൾ പണിതുകൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കുവാൻ കടന്നു വരുന്നത്, ഇല്ലേ? സ്തോത്രം. ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ പണിതുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആ പണിയണമെങ്കിൽ പണിക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. വീട്ടിൽ നല്ല തടിയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. നല്ല ഡിസൈൻ എല്ലാം ഉള്ള പ്ലാൻ എല്ലാം ഉണ്ട്. പ്രൈസ് ലോർഡ്. എന്നാൽ നല്ലവണ്ണം പണിയാത്തവന്റെ കയ്യിൽ കൊടുത്താൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നല്ല പണിക്കാരനാണ്. സ്തോത്രം. ഏത് ഉടഞ്ഞതിനെയും രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ കഴിവുള്ള ഒരു തിളങ്ങുന്ന പാത്രമായി മാനപാത്രമായി നമ്മളെ ആക്കി തീർക്കുവാൻ കഴിവുള്ള ആ ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പണിയേണ്ടവൻ പണിയുമ്പോൾ ദൈവമക്കളെ ദൈവം നമ്മെ ഒന്ന് പണിയുവാൻ തക്കവണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, എന്നെ ഒന്ന് പണിയണമേ, കർത്താവേ എന്നെ ഒന്ന് പുതുക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ കീഴടങ്ങിയാൽ ആമേൻ അവൻ നമ്മെ പണിയുക തന്നെ ചെയ്യുമെന്ന് ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നല്ല പണിക്കാരൻ. പ്രൈസ് ലോർഡ്. അവനെ പോലെ പണിയുവാൻ വേറെ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ആമേൻ. ഈ ലോകത്തിലെ ആർക്കും അതുപോലെ പണിയുവാൻ കഴിയത്തില്ല. നമ്മെ സൃഷ്ടിച്ചവന് മാത്രമേ, നമ്മെ രക്ഷിച്ചവന് മാത്രമേ, നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവരെ ഊറ്റി തന്ന കർത്താവിന് മാത്രമേ നമ്മെ നല്ലതുപോലെ പണിതെടുത്ത് ആമേൻ ഒരു മാനപാത്രമായി, ഒരു തിളങ്ങുന്ന പാത്രമായി, ഒരു ശോഭയുള്ള പാത്രമായി, അനേകർക്ക് പ്രയോജനകരമാകുന്ന പാത്രമായി തീർക്കണമെങ്കിൽ ആമേൻ പണിയുന്നവരുടെ കരങ്ങളിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത് ആമേൻ ദൈവത്തിന് കീഴടങ്ങുവിൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. നമ്മൾ ഓരോ ദിവസം ദൈവത്തിൽ കീഴടങ്ങുന്നവരായിരിക്കണം. രാവിലെ ഓരോ ദിവസം ദൈവം നമുക്ക് നൽകി തരുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ എന്ന് കേൾക്കാതെ എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു പറഞ്ഞുകൊണ്ട് സ്തോത്രം എന്നെ പണിയണമേ. ഓരോ ദിവസം കർത്താവേ ഈ വഴി ഞാൻ ഇന്ന് പോയിട്ടില്ല, ഈ പകൽക്കാലം ഇന്ന് ഞാൻ ഈ വഴി പോയിട്ടില്ല, എന്നാൽ എന്നോട് കൂടി
കൂടി ഇരിക്കണമേ. മോശയെ പോലെ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ നീ എന്നോട് കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ അയക്കരുതേ കർത്താവേ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന അതുപോലെ ആയിത്തീരട്ടെ. സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ആയിത്തീരുവാൻ തക്കവണ്ണമായി ദൈവം നമ്മെ ഇടയാക്കുമാറാകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. കൃപയാൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണമായി നമുക്കിടയാകുമാറാകട്ടെ. എന്റെ സമയം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പറഞ്ഞു, ഈ അത്യന്ത ശക്തി, പ്രൈസ് ലോർഡ്, 3 വർഷക്കാലം അറബി ദേശത്ത് പോയിരുന്ന കാത്തിരുന്ന ശക്തിയോടെ മടങ്ങി വന്നു. സ്തോത്രം, പ്രൈസ് ലോർഡ്. അതുകൊണ്ട് പൗലോസ് എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം, അതുമാത്രമല്ല എൻ്റെ ബലഹീനതയിൽ പോലും ദൈവശക്തി തികഞ്ഞു വരിക. അതുകൊണ്ടാ ഈ ശക്തി തൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാ കാരാഗ്രഹത്തിൻ്റെ ഇടുക്കമുള്ള മുറിയിൽ കിടക്കുമ്പോൾ ആമേൻ നല്ല കട്ടിൽ കാണത്തില്ല. ഒരു കപ്പലുടയുടെ മകനായി ജനിച്ചവൻ, നല്ല സുഖസൗകര്യത്തിൽ ജീവിച്ചവൻ, സ്തോത്രം, കാരാഗ്രഹത്തിൽ കിടന്ന് എങ്ങനെയുള്ള അവസ്ഥയാണ് നമുക്കൊന്നും അറിയത്തില്ല. സ്തോത്രം, ഇന്നത്തെ പോലെ നല്ല പട്ടുമെറ്റയോ ഒന്നും നല്ല കിടക്കയോ ഒന്നുമില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, സന്തോഷിപ്പീൻ, പ്രൈസ് ലോർഡ് എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നെന്ന് പറയുവാൻ തക്കവണ്ണമായി ഇടയായിത്തീരണമെങ്കിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, തൻ്റെ ഉള്ളിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തിന്റെ സന്തോഷം, പ്രൈസ് ലോർഡ്, ഈ ലോകത്തിന് കീഴടക്കുവാൻ കഴിയാത്ത, ഈ ലോകത്തിലെ ഹല്ലേലൂയ, മരണമോ ജീവനോ എന്തു വന്നാലും അതിനെ കീഴടക്കുവാൻ കഴിയാത്ത അത്യന്തമായ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് പറയുവാൻ കഴിയുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ എനിക്ക് വരുവാനുള്ള തേജസ്സിനെ ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണമായി ഇടയായി തീർന്നെങ്കിൽ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഇതുപോലെക്കാലം ദൈവകരങ്ങൾക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമായി ഇടയാകുമാറാകട്ടെ. സ്തോത്രം. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ആമേൻ, എന്റെ ശക്തി നിങ്ങൾ പ്രാപിക്കണം, അത് കാത്തിരുന്ന് പ്രാപിക്കണം. അവരെന്താണ്ട് 10 ദിവസത്തോളം കാത്തിരുന്നു, ആ ശക്തി പ്രാപിച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. മറ്റുള്ളവർ പറയുവാനിടയായി തീർന്നു, ഇവർ ലോകത്തെ തലമേൽ കീഴ്മേൽ മറിക്കുന്നവരെന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. കാരണം എന്താ? ഈ ശക്തിയാൽ നിറയപ്പെട്ടു. അതിനു മുമ്പ് അവർ തർക്കിക്കുന്നവരാ, വാദിക്കുന്നവരാ, അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരാ. എന്നാൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമക്കളെ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീർന്നു. അവരെല്ലാം ആള് മാറിയതുപോലെ ആമേൻ അവരായിത്തീരുവാൻ തക്കവണ്ണമായി ഇടയായി തീർന്നു. സ്തോത്രം. ഇന്ന് പൽക്കാലം ആമേൻ എഫേസ്യത്തിൽ വായിച്ച പോലെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമ്മളെല്ലാം, ഞാൻ എന്നെ ഉൾപ്പെടുത്തിയ പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൽ പലതും നേടാൻ, സ്തോത്രം, മറ്റുള്ളവരെ ആയിത്തീരുവാൻ, ആമേൻ, അതുപോലെ ആയിത്തീരുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കി അവനെ പോലെ ഒന്നായിത്തീരുവാൻ, ആ മനസ്സുള്ളവരായി, ആ മനോഭാവമുള്ളവരായി, ആ കാഴ്ചപ്പാടുള്ളവരായി, ആ ദർശനമുള്ളവരായി തീരുവാൻ ഇതുപോലെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ആകയാൽ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്നു. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങൾ ദൈവമക്കളെ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് നിന്റെ ശക്തി ആവശ്യമാണ്. ആമേൻ. പിശാചിനെ ജയിപ്പാൻ സാധാരണ ശക്തി പോരാ. എന്നെ എതിർക്കുന്ന, എന്നെ കീഴ്പ്പെടുത്തുവാൻ വരുന്ന പിശാചിനോട് എതിർപ്പാനുള്ള ദൈവശക്തി എൻ്റെ മേൽ പകരണമെന്നുള്ള പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങൾ നമുക്ക് മുന്നോട്ട് വന്നേക്കണമായി കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അവിടുത്തെ തിരുനാമത്തിനായി ഞങ്ങൾ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഏഴകളാകുന്ന അടിയങ്ങൾക്ക് കർത്താവേ, ഈ ആഴ്ചയുടെ പ്രഭാതത്തിൽ കർത്താവേ രാവിലെ ഇവിടെ കടന്നു വന്ന് കർത്താവേ ഇതിൻ്റെ ദാസനിൽ കൂടി ശക്തമായ ആലോചന കേൾക്കുവാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന്